ഒരു ജനത ആത്മാർത്ഥമായി നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിൻ്റെ താക്കീതുകളെ ജീവിച്ച് ഭയപ്പെടുന്ന ഒരു ജനത ആകാശത്തേക്ക് കൈയുയർത്തി, അള്ളാഹുവേ, ഇനി നീയല്ലാതെ ഞങ്ങളെ രക്ഷിക്കാനില്ല റബ്ബേ, ഈ ജനത മുഴുവൻ ഞങ്ങൾക്കെതിരിലാണ്, എല്ലാവരും ഞങ്ങൾക്കെതിരിൽ തിരിഞ്ഞിരിക്കുന്നു, അള്ളാഹുവേ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. പക്ഷെ ഈ പ്രാർത്ഥന വളരെ കുറവാണ്. ഞാൻ പലപ്പോഴും എന്നെയും നിങ്ങളെയും വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ദുആ കുറവാണ്, നമുക്ക് അല്ലാത്ത ഡയലോഗുകളാണ് കൂടുതൽ. ശ്രദ്ധിച്ചു നോക്കൂ, ഓരോ വ്യക്തിയും തന്നോട് ചോദിക്കൂ, നമ്മുടെ വിഷയത്തിൽ, നമുക്ക് ഭീതിയുള്ള വിഷയത്തിൽ, നമ്മെ ഭയപ്പെടുത്തുന്ന ആളുകളുടെ കാര്യത്തിൽ, നമ്മുടെ നാടുകളിലുള്ള വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുടെ വിഷയത്തിൽ പടച്ച റബ്ബിനോട് തഹജ്ജുദ് നമസ്കരിച്ച് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സുജൂദുകളിൽ ആ ദുആ വരുന്നുണ്ടോ? നമ്മുടെ തശഹുദുകളിൽ ആ ദുആ വരുന്നുണ്ടോ? രാത്രിയുടെ അവസാന യാമങ്ങളിൽ ആ ദുആ വരുന്നുണ്ടോ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ദുആ ചെയ്യുന്നു, കച്ചവടം, ഭാര്യ, വാഹനം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയാണ് അധികവും ദുആ. പക്ഷേ പലപ്പോഴും നമ്മുടെ ദുആകളിൽ ഈ ഒരു വിഷയം കടന്നു വരുന്നില്ല. മറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു രക്ഷയുമില്ലാതിരിക്കുമ്പോൾ, എല്ലാ നീതിയും ന്യായവും എല്ലാം അസ്തമിച്ചു പോവുകയും സത്യസന്ധത എവിടെയും കാണാതിരിക്കുകയും ക്രൂരന്മാർ മാത്രം വളരുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ റഹ്മാനായ റബ്ബ് എല്ലാം കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ രക്ഷിതാവ് നിരീക്ഷണ സ്ഥാനത്തിരുന്നു കൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ റബ്ബിനോട് കൈകളുയർത്തി ഇസ്തിഫ്താഹിനെ തേടണം, വിജയത്തെ തേടണം, സത്യത്തിന്റെ പക്ഷത്തെ വിജയിപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് പറയണം. പ്രവൃത്തിയും പ്രാർത്ഥനയും ഒത്തുവന്നാൽ ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ وَاسْتَفْتَحُوا. അമല് ചെയ്തിട്ടാണ് ദുആ, അമലൊന്നുമില്ലാതെയുള്ള ദുആ അല്ല, മറിച്ച് അമലും വേണം, ദുആയും വേണം. ഇത് രണ്ടും കൂടി